അപ്പോൾ ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് ചെറിയൊരു മുളകിൻ്റെ ചെടിയാണ് കേട്ടോ. ഇതിവിടെ തന്നെ ഉണ്ടായതാണ്, നമ്മൾ നട്ടതൊന്നല്ല. ഇതിപ്പോൾ കാന്താരിയാണോ ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഇത് പിടിച്ചത് നിറച്ച് പൂക്കളും ഇതൊക്കെ ഉണ്ടായി തുടങ്ങി, മുളകായി തുടങ്ങിയുള്ള നല്ല രീതിയിൽ പൂ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയും ഈ സവാളത്തുണ്ട്, മുട്ടത്തുണ്ട്, അതുപോലെ പയറുന്നാക്കിയതുണ്ട്, ആ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മുളക് ചെടി പിടിപ്പിച്ചത് എൻ്റെ ഏറ്റവും മെയിൻ ശല്യം എന്ന് പറഞ്ഞാൽ വെള്ളീച്ചയായിരുന്നു. ഇലയുടെ അടിയിൽ ഭയങ്കര വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാകുന്നു. ഈ പ്ലാന്റ് കണ്ടാൽ നമുക്കറിയാം, ഇതിൻ്റെ അടിയിൽ ഒരു സാധനം ഒക്കെ ക്ലിയറാണ്, ഒരു മുരടിപ്പോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കണ ഒരു ചെടിയാണ്. അപ്പോൾ ഞാൻ കുറേ പേര് കുറേ മരുന്നൊക്കെ പറഞ്ഞു. ചിലർ സിമ്പിളായിട്ട് കൊക്കക്കോള അടിക്കണവരുണ്ടെന്ന് പറഞ്ഞു. കൊക്കക്കോളയാണ് ഇതിനെ മരുന്നായിട്ട് അടിക്കണേ. ഞാനൊരു നേഴ്സറിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് വന്നു കഴിഞ്ഞാൽ പോകാൻ വേണ്ട പാടാണ്. ശരിയാണ്, ഇത് വന്ന് നമ്മൾ എന്ത് മരുന്നായിട്ട് ചെടി സാധനം. എനിക്ക് അപ്പുറത്തെ ബാൽക്കണിയിൽ ഒരു പ്ലാന്റ് ഒക്കെ ഉണ്ട്, ഇപ്പോഴും നിറച്ച് വെള്ളിച്ച. അപ്പം ഞാൻ തന്നെ ഇതിനെ കണ്ടുപിടിച്ചൊരു സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം കണ്ടോ. ഇതിൽ ഒരു 2 ഉള്ളി ഹാർപ്പിക്കും, ഒരു 100 ml പുളിച്ച കഞ്ഞിവെള്ളം ഈ ബോട്ടിൽ ഫുള്ളും വെള്ളമാക്കി മിക്സ് ചെയ്ത് നമ്മളൊരു ഒന്നരാടം വെച്ച് ഇതിനാണ്ട് അടിച്ചു കൊടുക്കും. ഒരു വെള്ളീച്ചയിൽ ഒന്നുമില്ല, പ്ലാന്റ് എല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സാധനം സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഇച്ചിരി 2 ഉള്ളി ഡെറ്റോളും ചേർത്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ആ ഡെറ്റോളിൻ്റെ സ്മെല്ലും കിട്ടും. അപ്പോൾ സ്മെല്ല് കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് ഈ മരുന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. വെള്ളീച്ചയ്ക്ക് നല്ല ബെസ്റ്റ് സാധനമാണ്. നിങ്ങളുടെ ചെടി നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും, കാര്യങ്ങളാണ്. അപ്പോൾ നല്ല ഗ്രോത്തും ഉണ്ട്. ഇതുണ്ടോ, സാധനത്തിന് ഒരു കേടുമില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക.